അക്സറിന്റെ ക്യാച്ചും ബുംറയുടെ ഡെത്ത് ഓവറും പിന്നെ നമ്മുടെ ചെക്കന്റെ കിടിലൻ പെർഫോമൻസും. അങ്ങനെ നാലാം ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത് ഇന്ത്യ. വമ്പൻ ടോട്ടൽ എന്ന ലക്ഷ്യം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഓപ്പണർമാരായ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ക്രീസിലെത്തിയത്. ആദ്യ ഓവറിൽ തന്നെ ജോഫ്ര ആർച്ചർക്കെതിരെ ഒരു 4ഉം 6ഉം സഹിതം 11 റൺസ് അടിച്ച് സഞ്ജു നയം വ്യക്തമാക്കി. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ അഭിഷേകിനെ വിൽ ജാക്സ് വീഴ്ത്തി. ഒരിക്കൽ കൂടി ഓഫ് സ്പിന്നിനു മുന്നിൽ അഭിഷേക് കറങ്ങി വീണു. പവർ പ്ലേയിൽ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് ഓപ്പണറെ നഷ്ടമാവുകയും ചെയ്തു. എങ്കിലും മൂന്നാമനായി ഇറങ്ങിയ ഇഷാൻ കിഷനെ കൂട്ടുപിടിച്ച് സഞ്ജു കത്തിക്കയറിയതോടെ ഇന്ത്യൻ സ്കോർ കുതിച്ചു. 5ആം ഓവറിൽ ഇന്ത്യൻ സ്കോർ 50 കടന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 1-ന് 67 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. ആർച്ചർ എറിഞ്ഞ 2ആം ഓവറിൽ സഞ്ജുവിന്റെ സ്കോർ 15 റൺസിൽ നിൽക്കെ താരം നൽകിയ ക്യാച്ച് കൈവിട്ടത് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. സഞ്ജുവിന് ലഭിച്ച ആ ലൈഫിന് ഇംഗ്ലണ്ട് നൽകേണ്ടി വന്ന ഫലം വലുതാണ്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിന് ടോസ് വീണപ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിച്ചു. രണ്ടാമത് ബോൾ ചെയ്യുന്നത് ദുഷ്കരമായ വാങ്കഡെയിൽ പിച്ചിൽ സ്കോർ ഡിഫൻസ് ചെയ്യുക എന്നത് കഠിനമാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ഇന്ത്യയെ ബാറ്റിംഗിന് വിടുകയും ചെയ്തതോടെ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഒരു വമ്പൻ ടോട്ടൽ ഉയർത്തിയാൽ മാത്രമേ ജയപ്രതീക്ഷയുള്ളൂ എന്ന് ഇന്ത്യക്കറിയാമായിരുന്നു. 200 റൺസ് പോലും ഡിഫൻഡ് ചെയ്യാൻ വിഷമിക്കുന്ന പിച്ചിൽ 250-ന് മുകളിലടിച്ച് ഇന്ത്യ ആരാധകരുടെ പ്രതീക്ഷ കാത്തു. എന്നാൽ ചേസിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടും അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോൾ വാങ്കഡെയിലെ പിച്ച് ചതിക്കും എന്ന് ഭയന്നു. സെഞ്ചുറിയുമായി ജേക്കബ് ബത്തേൽ കളം നിറഞ്ഞപ്പോൾ ഇന്ത്യൻ ആരാധകരുടെ കണ്ണു നിറഞ്ഞു. എന്നാൽ ലക്ഷ്യബോധത്തോടെ പന്തെറിഞ്ഞ ഇന്ത്യൻ ബോളർമാർ വിജയലക്ഷ്യത്തിന് 7 റൺസ് അകലെ ഇംഗ്ലീഷ് പടയെ പിടിച്ചുകെട്ടി. ICC T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ടീമിനും സാധിച്ചിട്ടില്ലാത്ത അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ടൂർണമെന്റിൽ ആദ്യമായാണ് ചാമ്പ്യന്മാരായ ഒരു ടീം അടുത്ത എഡിഷന്റെയും ഫൈനലിൽ എത്തിയിരിക്കുന്നത്. കളിയിലെ താരമായത് 89 റൺസുമായി ഇന്ത്യൻ ടോപ്പ് സ്കോററായ സഞ്ജു സാംസൺ ആണ്. പക്ഷേ ഈ പുരസ്കാരം യഥാർത്ഥത്തിൽ അർഹിച്ചത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ്. ബുംറ ഇല്ലെങ്കിൽ ഇന്നിവിടെ താനില്ല എന്ന് സഞ്ജു പറഞ്ഞതും അതുകൊണ്ടാണ്. രണ്ടു ടീമുകളിലെയും ബൌളർമാർ തല്ലു വാങ്ങിക്കൂട്ടിയ സെമി ഫൈനലിൽ ഒരു മയത്തിൽ തല്ലുകിട്ടിയ ഏകതാരം ജസ്പ്രീത് ബുംറയാണ്. ഇംഗ്ലീഷ് ബൌളിംഗ് നിരയെടുത്താൽ പന്തെറിഞ്ഞ 6 പേരും 10-ന് മുകളിൽ എക്കോണമി റേറ്റിലാണ് പന്തെറിഞ്ഞത്. ഇന്ത്യൻ ബൌളിംഗ് എടുത്താൽ അവിടെ വേറിട്ടു നിന്നതാവട്ടെ ബുംറയാണെന്ന് കാണാം. 4 ഓവറിൽ 8.2 എക്കോണമി റേറ്റിൽ വെറും 33 റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹം ഒരു വിക്കറ്റും പോക്കറ്റിലാക്കി. 500-ന് മുകളിൽ റൺസ് പിറന്ന മത്സരത്തിലാണ് ഒരു ബൌളർ ഇത്തരത്തിലൊരു അവിശ്വസനീയ സ്പെൽ എറിഞ്ഞതെന്ന് മറക്കാൻ പാടില്ല. ഈ കാരണത്താൽ തന്നെ കളിയിൽ ഇരു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം എന്നത് ബുംറ മാത്രമാണ്. അതിനാൽ കളിയിലെ താരമാവേണ്ടതും അദ്ദേഹം തന്നെ. ഇംഗ്ലണ്ടിന്റെ റൺ ചേസിൽ ഡെത്തിൽ ജസ്പ്രീത് ബുംറ എറിഞ്ഞ 2 അവിശ്വസനീയ ഓവറുകളാണ് ഇന്ത്യയെ കളി ജയിപ്പിച്ചത്. അല്ലായിരുന്നെങ്കിൽ അവിശ്വസനീയ റൺ ചേസ് നടത്തി ഇംഗ്ലണ്ട് ജയവും അതോടൊപ്പം ഫൈനൽ ബർത്തും സ്വന്തമാക്കിയേനെ. ഈ മത്സരത്തിൽ യഥാർത്ഥത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിക്കേണ്ടിയിരുന്നത് തനിക്കല്ല, ജസ്പ്രീത് ബുംറയ്ക്കാണെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സഞ്ജു സാംസൺ തുറന്നു സമ്മതിച്ചു. എല്ലാ ക്രെഡിറ്റും ജസ്പ്രീത് ബുംറയ്ക്കാണ്. ഒരു തലമുറയിലെ ലോകോത്തര ബൌളറാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം അത് തന്നെയാണ് നൽകിയതെന്ന് ഞാൻ കരുതുന്നു. ഈ അവാർഡ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തന്നെ നൽകണം. ഡെത്ത് ഓവറുകളിൽ നമ്മൾ ആ രീതിയിൽ പന്തെറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന് ഞാൻ തന്നെ കരുതുന്നു. എല്ലാ ക്രെഡിറ്റും ബൌളർമാർക്കാണെന്നും സഞ്ജു പറയുകയുണ്ടായി.